വായിച്ചു വളരാം, ചിന്തിച്ച് വിവേകം നേടാം. വായനാ വസന്തം. നമസ്കാരം, ഞാൻ വിസ്മയ എസ്. ടോട്ടോച്ചൻ ജനാലക്കരികിൽ വികൃതി കുട്ടി എന്ന പുസ്തകം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ജപ്പാനിലെ പ്രശസ്ത ടെലിവിഷൻ പ്രതിഭയും യൂണിസെഫിന്റെ ഗുഡ് വിച്ച് അംബാസിഡറുമായ തസുഗോ കുറോയാനഗി രചിച്ച പുസ്തകത്തിന്റെ മലയാള പരിഭാഷയാണ് ടോട്ടോച്ചൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി. ടോട്ടോച്ചൻ എന്ന വികൃതിക്കുട്ടിയുടെ അനുഭവങ്ങളിലൂടെ വിദ്യാഭ്യാസത്തിന്റെ പുതിയ മാനം നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നു. കളികളിലൂടെയുള്ളൊരു പഠനം, അത് തന്നെയാണ് ടോട്ടോച്ചാന്റെ ഹൃദയം കവർന്ന ടോമോ സ്കൂളിന്റെ സവിശേഷതകൾ. ആ സ്കൂളിൽ നിന്ന് നൽകുന്ന അതുല്യമായ പ്രവർത്തനങ്ങൾ അതിമനോഹരമായാണ് തസുഗോ കുറോയാനഗി വിശദീകരിക്കുന്നത്. കടലിൽ നിന്നൊരു പങ്ക്, കരയിൽ നിന്നൊരു പങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊബായശി മാസ്റ്റർ കുട്ടികളിൽ ആഹാരത്തിന്റെ പ്രാധാന്യവും ആഹാരത്തിൽ പോഷക ആഹാരത്തിന്റെ പ്രാധാന്യവും പറഞ്ഞു കൊടുക്കുന്നതും അവരെ ബോധവാന്മാരാക്കുന്നതും. അനുഭവങ്ങളിലൂടെ ഒരു പഠനം, പ്രവർത്തന അധിഷ്ഠിതമായ പഠനം. പേടിയില്ല പരീക്ഷ, ലൈബ്രറി, കായികോത്സവം, പഠനോത്സവം, നാടകോത്സവം, ആർക്കും ചെന്ന് എത്താനുള്ള ഒരു പാചക മുറിയും എല്ലാം കൊണ്ട് എല്ലാ മേഖലയിലും അവരുടെ പഠനം വ്യാപിച്ചിരുന്നു. അവർക്ക് സ്വതന്ത്രമായി നടക്കാനുള്ള അവകാശം നൽകിയിരുന്നു. എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള കഴിവ് കൊബായശി മാസ്റ്ററുടെ കൊബായശി മാസ്റ്റർ നമുക്ക് അഭിനന്ദിക്കാം. അത് അങ്ങനെ ഒരേപോലെ എല്ലാവരും കാണാനുള്ള ആ കഴിവ് കുട്ടികളിലും വേഗം തന്നെ വ്യാപിച്ചു. ശാരീരിക വൈകല്യമുള്ളവരും പഠന വൈകല്യമുള്ളവരും വികൃതി കുട്ടികളും എല്ലാവരും ഉൾക്കൊണ്ട ഒരു 50 കുട്ടികളാണ് ആ വിദ്യാലയത്തിന്റെ ഒരു ശക്തി. അവർക്ക് ഒരു വർണ്ണഭേദമോ വർഗഭേദമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല പരസ്പര സ്നേഹത്തോടെ ഉള്ള മിടുക്കികളും മിടുക്കന്മാരും. കൊബായശി മാസ്റ്ററുടെ മികവുറ്റ സ്നേഹവും അതിരുറ്റ പ്രോത്സാഹനവും കൊണ്ട് ഒരു നല്ല വ്യക്തിത്വ വികസനം തന്നെ ആ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് നൽകാൻ സാധിച്ചു. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതിവികൃതിയായ ടോട്ടോച്ചൻ എന്ന പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന ഇടത്താണ് കഥ ആരംഭിക്കുന്നത്. മറ്റൊരു സ്കൂളിൽ പ്രവേശനത്തിന് സാധ്യത തേടി അവളുടെ അമ്മ എത്തുന്നത് ടോമോ എന്ന വിദ്യാലയത്തിലായിരുന്നു. അവൾ പഠിച്ചിരുന്ന സ്കൂളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ടോമോ. ഗേറ്റിന് പകരം 2 മരങ്ങളും ട്രെയിനിൻ്റെ ബോഗികൾ പോലെയുള്ള ക്ലാസ് മുറികളുമുള്ള വേറിട്ടൊരു ലോകം. കാടും കളിസ്ഥലങ്ങളും പോരാത്തതിനൊരു നീന്തൽക്കുളവും. സ്കൂളിൽ ആകെയുള്ളതു 50 കുട്ടികൾ മാത്രവും. അവർ പാട്ടുകൾ പഠിച്ചു, കായിക മത്സരങ്ങളിൽ ഏർപ്പെട്ടു, ക്യാമ്പുകളും പഠനയാത്രകളും നടത്തി, നാടകം അവതരിപ്പിച്ചു, പാചകം ചെയ്തു. ടോട്ടോ, ഇനി നീ ഈ സ്കൂളിലെ കുട്ടിയാണ്. മാസ്റ്ററുടെ ആ വാക്കുകൾ കേട്ട നിമിഷം മുതൽ എങ്ങനെയെങ്കിലും അടുത്ത പ്രഭാതം ഇങ്ങെത്തിയാൽ മതിയെന്നായി ടോട്ടോച്ചാന്. ഒരു പകലിന് വേണ്ടി ഇത്രയേറെ സന്തോഷത്തോടെ അവൾ ഇന്നീവരെ കാത്തിരുന്നിട്ടില്ല. അതായിരുന്നു ടോട്ടോച്ചൻ എന്ന വികൃതി പെൺകുട്ടിയുടെ ഹൃദയം കവർന്ന ടോമോ വിദ്യാലയം. ടോട്ടോച്ചനെ കാണുമ്പോഴെല്ലാം ധാ നോക്ക്, നേരായിട്ടും നീയൊരു നല്ല കുട്ടിയാ എന്ന് ഓർമ്മിപ്പിച്ച സ്നേഹനിധിയും ഭാവനാശീലിയുമായ ഹെഡ് മാസ്റ്റർ കൊബായശി മാസ്റ്റർ. കൊബായശി മാസ്റ്ററുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായി ടോട്ടോച്ചൻ ഈ അനുഭവ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു. ലോകമെമ്പാടുമുള്ള വായനക്കാർ ടോട്ടോച്ചനെ നെഞ്ചിലേറ്റിയത് ഒരു സാധാരണ അനുഭവകഥ എന്ന നിലക്കായിരുന്നില്ല, മറിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാനങ്ങൾ നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ പുസ്തകം എന്ന നിലക്കാണ്. കുട്ടികളുടെ ആത്യന്തികമായ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പല ബോധന രീതിയിലും കൊബായശി മാസ്റ്റർ തൻ്റെ വിദ്യാലയത്തിൽ നടപ്പിലാക്കി. ഇന്ന് പല രാജ്യങ്ങളിലെയും അധ്യാപന പരിശീലന കോളേജുകളിൽ ഒരു പഠന വിഷയമാണ് ഈ പുസ്തകം. വിദ്യാർത്ഥികൾ മാത്രമല്ല, മുതിർന്നവരും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം. ജപ്പാനീസ് ഭാഷയിൽ ചുട്ടപ്പം പോലെ വിറ്റ ഒരു പുസ്തകമാണ് 1982 പുറത്തിറക്കിയ ടോട്ടോച്ചൻ.
ലോകമെമ്പാടുമുള്ള എല്ലാ പ്രധാന ഭാഷകളിലേക്കും ഈ പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് പ്രതികൾ വിറ്റഴിക്കപ്പെട്ട ഇതിൻ്റെ പ്രചാരണത്തെക്കുറിച്ച് ടോട്ടോച്ചാൻ സിൻഡ്രം, ടോട്ടോച്ചാൻ ഒരു ബെഡ് സിലിണ്ടറിൻ്റെ കഥ തുടങ്ങിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ടോമോ എന്ന സ്കൂളെക്കുറിച്ചുള്ള ഈ പുസ്തകം കുട്ടികളെ സ്നേഹിക്കുന്ന എല്ലാവരായാലും വായിക്കപ്പെടുന്നു. തസ്തുഗോ കുറാനഗിയായി വളർന്ന പയേ ടോട്ടോച്ചൻ അവളുടെ സ്കൂളെക്കുറിച്ചും കൊബായസ്യ മാസ്റ്ററെക്കുറിച്ചും കൂമ്പാരക്കണക്കിന് വിശേഷങ്ങളായാണ് നമ്മോട് പറയുന്നത്. കുട്ടികളുമായി ഇടപഴകിയ ഓരോരുത്തർക്കും നൽകാൻ അവർ അധ്യാപകരോ രക്ഷകർത്താക്കളോ മുത്തശ്ശന്മാരോ എന്നല്ല, കുട്ടികൾ തന്നെ അതായിരിക്കട്ടെ. ഒരുപാടുണ്ട് യൂണിസെഫിൻ്റെ ഈ ഗുഡ്വിൽ അംബാസിഡർ പക്കൽ. ശ്രദ്ധേയനായ കവി അൻവർ അലി ആണ് ഈ പുസ്തകം ഉജ്ജ്വലമായ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. 1992 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യ മലയാള പരിഭാഷ പുറത്തിറക്കിയത്. നന്ദി.